മറിയമേ മറിയമേ ദയയുള്ള ഹൃദയമേ തൃപ്പാദമരികിലായണയുന്നു ഞാൻ തിരുമുൻപിലെന്നെ ചേർത്തു നല്ലമ്മേ പ്രിയനാഥസുതനോടായി പ്രാർത്ഥിക്കണേ പ്രിയമോടെ എന്നെ കാത്തിടണേ മറിയമേ കൈകൾ
കൊടുത്ത യൂദാസിന്റെ ആത്മാവിന്റെ സംഭാഷണവും അന്ത്യവുമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതെ, ഞാൻ അവതരിപ്പിക്കുന്നു യൂദാസ്. ജെറുസലേം നിവാസികളെ, യഹൂദന്മാരുടെ രാജാവിതാ എഴുന്നള്ളുന്നു. കണ്ടുകൊള്ളുക. അല്ലേ അന്നാസ്? അതെ കയ്യഫാസ്. നിന്റെ പ്രസംഗമൊക്കെ എവിടെ പോയി രാജാവേ? അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും രക്ഷക നീ ഇപ്പോൾ സ്വയം ഭാരം ചുമക്കുന്നു. അല്ലേ? നീ രക്ഷകനല്ലേ? ദൈവപുത്രനല്ലേ? നിന്റെ അന്ത്യം അങ്ങ് കാൽവരിയിൽ. അടികൊണ്ടപ്പോൾ ദൈവപുത്രന് വേദനിച്ചുവെന്ന് തോന്നുന്നു. അല്ലേ? എനിക്ക് ദാഹിക്കുന്നു. അല്പം വെള്ളം തരും. എന്ത്? വെള്ളമോ? നിനക്ക് ദാഹമോ? വിശക്കുന്നവന് ഭക്ഷണവും ദാഹിക്കുന്നവന് ജലവും നൽകുന്ന നിനക്കോ വിശപ്പും ദാഹവും? നടക്ക് കാൽവരിയിലേക്ക്. പരമപിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് കരുണയായിരിക്കണമേ. അവരെ സൂക്ഷിക്കുക. ഇത് നിങ്ങൾക്കും ഒരു താക്കീതായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. കാരുണ്യത്തിന്റെ മൂർത്തിഭാവമായ ക്രിസ്തുനാഥൻ മാനവ മക്കൾക്കായി സ്വയം ഹോമിച്ച് രക്ഷ പകർന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഈ ചെറിയ നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു,
വചനം ദൈവമായിരുന്നു. സമസ്തവും അവൻ വഴി ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചിരുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഈ കഥ പ്രകാശത്തിന്റെ കഥയാണ്. ഉദയം അസ്തമിക്കുന്നു. അവിടെ ഈ കഥ തുടങ്ങുന്നു. ഒരസ്തമനം ഉദിക്കാൻ. കിഴക്കൻ ദിക്കിൽ ഉദിച്ചുയരുന്നു സൂര്യൻ. പടിഞ്ഞാറ് മറയുന്നു സൂര്യൻ. ദിനങ്ങളോ ദിനങ്ങൾ, ദിനങ്ങൾക്ക് ജന്മം അവിടെ അവിടെ അവിടെ. ദിനങ്ങൾ എണ്ണിക്കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് ഇരിക്കപ്പെടുകയില്ല. നാളെ എന്ന ദിനം കാത്തിരിക്കുന്നവർ. കിഴക്കൻ ദിക്കിൽ ഉദിച്ചുയരുന്നു സൂര്യൻ. പടിഞ്ഞാറ് മറയുന്നു സൂര്യൻ. ദിനങ്ങളോ ദിനങ്ങൾ, ദിനങ്ങൾക്ക് ജന്മം അവിടെ അവിടെ അവിടെ. അവന്റെ ശബ്ദം ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കാത്ത പക്ഷം ഉദയം പടിഞ്ഞാറ് നിന്നായിരിക്കും. അവൻ ദൈവപുത്രൻ. കയ്യാഫാസ്, ജനങ്ങൾ അവന്റെ പക്ഷത്തുണ്ട്. സൂക്ഷിക്കണം. ഈ മേലെങ്കിലാണ് നമ്മുടെ വില. ഹന്നാസ് പ്രഭു, ഇനി അവൻ ശബ്ദിക്കില്ല. യൂദാസ് കറിയാത്ത എണ്ണയെടുത്ത നാണയങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ നാളെ അവനെ കൊന്നിരിക്കും. യൂദാസ് ഇന്നവനെ ചുംബിക്കും. ചുംബനം, വെള്ളിവില ചുംബനം. ചുംബനം, വെള്ളിവില ചുംബനം. സ്നേഹം ചുടുമൊരു ചുംബനം, സ്ഥാനം ചുടുമൊരു ചുംബനം. ഒരാൾ വില ചുംബനം. ചുംബനം, വെള്ളിവില ചുംബനം. അതിനുവേണ്ടി ഒരു യാത്ര. രാത്രിയുടെ ഏകാന്തതയിൽ അതാ അവർ പോകുകയാണ്. ആളിപ്പടരുന്ന തീപന്തങ്ങളും ആയുധങ്ങളുമായി. ഇരയെ തേടി അലയുന്നു മാംസദാഹികൾ. ഒരു നരനെ തേടി അലയുന്നു രക്തദാഹികൾ. അവർക്ക് തീപന്തങ്ങളാടുന്ന വഴി കാട്ടാൻ, തീപന്തങ്ങളാടുന്ന വഴി കാട്ടാൻ. ഗത്സമേ തോട്ടത്തിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞു. ഏറ്റവും മുന്നിൽ യൂദാസ്. അവർ നിന്നു. യൂദാസ് മുന്നോട്ട് ചെല്ലുന്നു. പ്രാർത്ഥിക്കുകയായിരുന്ന യേശുദേവൻ എഴുന്നേറ്റു. യൂദാസ് യേശുവിനെ ചുംബിച്ചു. ഗുരു സ്വസ്തി. കൂടെ നിന്നിരുന്നവർ ആക്രോശങ്ങളും ആർപ്പുവിളികളുമായ ക്രിസ്തുവിന് നേരെ പാഞ്ഞെടുത്തു. വിജയാട്ടഹാസം. ഇരയെ കിട്ടിയിരിക്കുന്നു. പൂ പോലെ, പുഷ്പം പോലെ, വെറും പുല്ലുപോലെ. അവർക്ക് വിചാരം പോലെ ആയാസമില്ലാത്തൊരു വിജയം. കയ്യാഫാസും കൂട്ടരും ആഹ്ലാദത്തിൽ ആടി. ഒടുവിലിതാ അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. പീലാത്തോസ് യേശുദേവനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. സ്വന്തം മരക്കുരിശിനുമേൽ യേശുദേവൻ അതാ കപാലങ്ങളുടെ സ്ഥലത്തേക്ക്. വഴിയോരങ്ങളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു ആ കാഴ്ച കാണാൻ. എന്റെ മകനെ കണ്ടു. യേശുവിനെ, എന്റെ മകനെ. യേശുവിന്റെ അമ്മ ആരോ പറഞ്ഞു കേട്ട് മകൻ വരുന്നതറിഞ്ഞ് മകനെ കാണാൻ ഓടിയെത്തിയ അമ്മ. എത്ര നാളായി കണ്ടിട്ട്.
പറഞ്ഞു, ദാ അതുവഴി വരുന്നുണ്ട്. ജനങ്ങൾക്കിടയിലുള്ള മാവഴിയിലേക്ക് പറഞ്ഞു. അതാ അതാ വരുന്നു. ഒരു വലിയ മരക്കുരിശ് പേര്, തന്റെ മകൻ, തന്റെ പൊന്നോമന പുത്രൻ. ആർക്കും സഹിക്കാനാവാത്തൊരു കൂടിക്കാഴ്ച. ആ മകൻ അമ്മയൊന്ന് നോക്കി. നിസ്സഹായായി തന്നെ നോക്കി തേങ്ങി തേങ്ങി കരയുന്ന അമ്മ നോക്കി നിൽക്കി ചാട്ടവാറടി മുന്നോട്ട് നീങ്ങി. ദുഃഖം കടിച്ചമർത്താനാവാതെ മോഹാലസപ്പെട്ട ആ അമ്മയെ സ്ത്രീകൾ താങ്ങി. ആ മാതൃഹൃദയത്തിൽ കഴിഞ്ഞ കാലങ്ങൾ മിന്നി മിന്നി തെളിഞ്ഞു. ദൈവം തന്ന തന്റെ ഉണ്ണി, തന്റെ പൊന്നോമന പുത്രൻ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി പുറത്ത് തണുത്ത കാറ്റ് മുഖത്തടിച്ച് കുഞ്ഞു കരയുന്നു. അമ്മ കുഞ്ഞിനെ മാറോടണച്ചു. വാവോ കുഞ്ഞി കരയല്ലേ. താരാട്ടു പാട്ടൊന്നു പാടിത്തരാം ഞാൻ പൊന്നുണ്ണിക്കുട്ടാ നീയുറങ്ങ്. രാരീരം രാരീരം രാരാരിരാരോ രാരാരിരാരോ രാരാരിരാരോ. ആ കാതുകളിൽ ഉണ്ണിയേശുവിന്റെ സ്വരം പ്രതിധ്വനിച്ചു. അമ്മേ, അമ്മേ വെള്ളം അകത്തോട്ട് വെച്ച് ഞാൻ അപ്പനെ സഹായിക്കട്ടെ. പിന്നെ ഇനിയും വെള്ളം വേണേ എന്നെ വിളിക്കണേ, ഞാൻ കയറി തന്നോളാം. അന്നൊരിക്കൽ കാണാതായപ്പോൾ എന്തുമാത്രം വ്യസനിച്ചു. എവിടെയൊക്കെ തിരക്കി. 3 ദിവസം അതിനെന്തൊരു ദൈർഘ്യമായിരുന്നു. കണ്ടപ്പോൾ അത്രയും സന്തോഷം. പിന്നെയും വളർന്നു. ഉണ്ണി അങ്ങ് വലുതായി. ഒത്തൊരാൾ പൊക്കവും തത്തുല്യ വണ്ണവും ഒത്തോരു മത്യന്റെ ശബ്ദഗാംഭീര്യവും മാത്രമോ കണ്ണിന്നു കൗതുകം കരളിന് കുളിമയും കനകോജ്വലമാം കരി നീല നേത്രങ്ങൾ വാഗ്വാദ വൈഭവം വാചാലമത്രേ വൈരാഗ്യ സൂക്തമൊന്നില്ലാത്ത വല്ലവൻ. അതെ, തന്റെ മകനെ പോലെ ആ പ്രദേശത്തെങ്ങും ആരുമില്ല എന്നവ അഭിമാനിച്ചിരുന്നു. ആ മകൻ ഇന്നൊരു കുറ്റവാളിയെ പോലെ. തന്നോവൽ പുത്രൻ മുൾമുടി ചൂടി ചുരിമണത്തീരിൽ മേലങ്കി ചുറ്റി മരക്കുരിശേന്തി കാണുന്നൊരമ്മ മരക്കുരിശേന്തി കാണുന്നൊരമ്മ. ആലസ്യത്തിൽ നിന്നുണർന്ന അമ്മ ഗോൽഗോത്തയിലേക്ക് നടന്നു. മകന്റെ പിന്നാലെ എല്ലാറ്റിനും സാക്ഷിയായി. സാക്ഷി മൂകസാക്ഷി നിസ്സഹായതയ്ക്കൊരു മൂകസാക്ഷി ഹൃദയം മുറിഞ്ഞൊരു മൗനസാക്ഷി മൂകമായി തീഴുന്നു രേഖസാക്ഷി സാക്ഷി മൂകസാക്ഷി. കുരിശുമരം ഉയരുകയായി. അവർ കുരിശുകുഴിയിലേക്ക് ശക്തിയായി ഉറപ്പിച്ചു. അതിന്റെ വീഴ്ചയാൽ ശക്തമായ വേദനയാൽ യേശുദേവനിൽ നിന്നും ഒരു ആർദ്രനാദം ഉയർന്നു. പിതാവേ, കൈവെടിഞ്ഞോ എന്നെ നീ കൈവെടിഞ്ഞോ. തിരുവെഴുത്തുകളെല്ലാം പൂർത്തിയായി. യേശുദേവൻ തന്റെ പിതാവിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചു. ഒരസ്തമനം ഉദിക്കാൻ. അരമധ്യക്കാരൻ ജോസഫ് പീലാത്തോസിന്റെ അനുമതിയോടെ യേശുദേവന്റെ ശരീരം ഏറ്റുവാങ്ങി. നിക്കോദെമോസിന്റെ സഹായത്തോടെ സംസ്കരിച്ചു. കയ്യാഫാത്തിന്റെയും കൂട്ടരുടെയും ആഹ്ലാദത്തിമപ്പിന് ശരീരഭംഗം. യേശു 3-ാം നാൾ ഉയർക്കുമെന്ന് പറഞ്ഞിരുന്നത്രേ.
അതനുവദിച്ചുകൂടാ, അതൊരിക്കലും അനുവദിച്ചുകൂടാ. കാവൽ, കനത്ത കാവൽ. കല്ലറവാതിൽക്കൽ വലിയൊരു പാറയുരുട്ടി വച്ചിരിക്കുന്നു. പുറത്ത് ആയുധരികരായ സൈനികർ. രണ്ടാം ദിവസം അവസാനിക്കാറായിരിക്കുന്നു. എങ്ങും ഭീകരമായൊരു നിശബ്ദത. കാവൽക്കാരുടെ കാൽപെരുമാറ്റം മാത്രം ഇടയ്ക്കിടെ. പെട്ടെന്ന് അവരെ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് ഒരു ദിവ്യമായ പ്രകാശം അവിടേക്ക് വന്നു. ആ മാലാഖ കല്ലറവാതിൽക്കൽ പാറ ഉരുട്ടി മാറ്റി. അതാ യേശുദേവന്റെ ശരീരം ഉയരുകയായി, ഉദിക്കുകയായി. ഉയരുകയായി, ഉദിക്കുകയായി, ഉയരുകയായി, ഉദിക്കുകയായി. അസ്തമിച്ചൊരു ജീവൻ, വിവാദമായൊരു മർത്യൻ, വിശ്വസ്തനായൊരു തനയൻ. ഉയരുകയായി, ഉദിക്കുകയായി. അസ്തമിച്ചൊരു ജീവൻ, വിവാദമായൊരു മർത്യൻ, വിശ്വസ്തനായൊരു തനയൻ. ഉയരുകയായി, ഉദിക്കുകയായി, ഉയരുകയായി, ഉദിക്കുകയായി. നമസ്കാരം. ആദ്യമായി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ മാസ് ഡയലോഗുകൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്ന് കേട്ടു നോക്കാം. ആദ്യം ഉമ്മൻചാണ്ടി സാർ. ഒരു ദിവസം ഇടങ്ങ കൊമ്പത്തെ കൃഷ്ണമണിയിൽ തോട്ട് കയറ്റി കളിക്കല് ചൂട്ടി താത്തുന്നുണ്ട് പാതാളത്തിലേക്ക്. അടുത്തതായി VS അച്യുതാനന്ദൻ സാറിന്റെ ശബ്ദം. വളരെ വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ അതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം. അതിന് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അടുത്തതായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ അത് വറുത്തു വരുമ്പോൾ ആ 3 ദിവസത്തെ ഉച്ചിഷ്ട അമൃത് 4 നേരം പ്രശ്നമാണ്. ആ വെട്ട് വിഴുകി ആസനത്തിൽ ആ വാലും ചേർത്ത് ഇരിക്കുന്ന നിങ്ങളൊക്കെ ആ നേരത്തോളം എനിക്ക് നേരത്തില്ലപ്പ. അതുപോലെ ആ നന്നാത് ഇനി മലയാളത്തിലെ പഴയകാല സിനിമ നടന്മാരിൽ നമ്മുടെ മനസ്സിൽ എന്നും ഓടിയെത്തുന്ന ചില നടന്മാർ. ആദ്യമായി ജയൻ. കത്തി കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല, സൂക്ഷിച്ചില്ലെങ്കിൽ ചോര വരും. What did you say? Beggars. Maybe we are poor, coolies, trolley players, but we are not beggars. If you dare to say that word once more, I will pull your bloody tongue. അടുത്തതായി ശ്രീ KP ഉമ്മർ. മഹേശ്വരി അമ്മേ, മോളെ ശോഭെ, പേടിച്ചു പോയോ? ഞാനൊരു വികാര ജീവിയാണ്. അടുത്തതായി സത്യൻ മാഷ്. ശാരദേ, ഈയിടെയായിട്ട് നിനക്ക് തലക്കല സുഖമില്ലല്ലേ? നാളെ ഞാൻ അമേരിക്കയ്ക്ക് പോകുക ചൂണ്ടയിടാൻ. തിരിച്ചു വരുമ്പോൾ നിനക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവരും, ഒരു വലിയ മീൻ, നത്തോലി. അടുത്തതായി ദിവംഗതനായ നമ്മുടെ എല്ലാവരുടെ പ്രിയപ്പെട്ട ഹാസ്യതാരം ശശി കലിംഗ. ഈ ഷർട്ടോ നിന്നോട് ഞാൻ ആ പച്ചക്കോളറിൽ ചുവന്ന മുത്ത പിടിപ്പിച്ച പാർട്ടി വരെടുക്കാനല്ലേ പറഞ്ഞ്? 1-2 കൊള്ളാം. അടുത്തതായി സൗണ്ട് തോമ എന്ന സിനിമയിലെ ദിലീപിന്റെ ശബ്ദം.
പേനെ പേനെ തിരിച്ചെടുക്കേനമേ പിതാവേ. എങ്ങനെയുണ്ട് പിതാവേ? എങ്ങനെയുണ്ട് പിതാവേ? അടുത്തതായി തമിഴിലെ നമ്മുടെ പ്രിയപ്പെട്ട ഹാസ്യതാരം മൊട്ട രാജേന്ദ്രൻ. Hey John, இங்க வா. Yesterday marriage, today come. Why? Oh, super ba. 5,000 increment. On the way, full traffic jam. Wait for 2 minutes. താങ്ക് യു. ഗത്സമനേയിലെ നാദം ശ്രീയേശു മഹേശ വിലാപം. ഉയിരിനുടയവൻ ഉയിർപ്പിടഞ്ഞുലകിൻ വൻകടമേൽക്കുന്ന നേരം. മനുകുലത്തിൻ മോക്ഷയാമം. ഗത്സമനേയിലെ നാദം ശ്രീയേശു മഹേശ വിലാപം. സ്വർഗപിതാവിൻ തിരുഹിതമറിയാൻ പ്രിയസുതനൻപോടെ നിന്നു. സ്വർഗപിതാവിൻ തിരുഹിതമറിയാൻ പ്രിയസുതനൻപോടെ നിന്നു. ഉരുകിയൊഴുകി തൻ വിയർപ്പുകണങ്ങൾ ചുടുനിണധാരയായി മാറി. പിതൃഹിതമലിവോടെ പേറി. ഗത്സമനേയിലെ നാദം ശ്രീയേശു മഹേശ വിലാപം. പൂവനവെളിയിൽ 30 കാശിൻ മൃതചുംബനം കാത്തുനിന്നു. പൂവനവെളിയിൽ 30 കാശിൻ മൃതചുംബനം കാത്തുനിന്നു. അകതളിരൊഴുകി കുടൽ നടുവുരുകി അതിവ്യഥമപരാധമേ കഴുമരമറിവോടെ പേറി. ഗത്സമനേയിലെ നാദം ശ്രീയേശു മഹേശ വിലാപം. ഉയിരിനുടയവൻ ഉയിർപ്പിടഞ്ഞുലകിൻ വൻകടമേൽക്കുന്ന നേരം. മനുകുലത്തിൻ മോക്ഷയാമം.
മനുകുലത്തിൻ മോക്ഷയാമം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനയം നിറഞ്ഞ കൂപ്പുകൈ. നിങ്ങളുടെ അനുഗ്രഹാശിശുക്കൾ സദയം കാക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ കഥാപ്രസംഗം ആരംഭിക്കട്ടെ. പുരോഗമനവാദികളെന്ന് ഉച്ചസ്ഥൈര്യം ഉദ്ഘോഷിക്കുന്ന മനുഷ്യൻ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യബന്ധത്തിൻ്റെ, രക്തബന്ധത്തിൻ്റെ അന്തസത്തയെക്കുറിച്ച് തിരിച്ചറിയാൻ വിസ്മരിച്ചു പോയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് പത്രങ്ങളുടെ താളുകളിൽ നിറഞ്ഞു നിന്ന, മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച പച്ചയായ ജീവൽ തുടുപ്പുകളുടെ മണമുറി നിൽക്കുന്ന ഒരു സംഭവ കഥയുടെ കഥാപ്രസംഗാവിഷ്കാരം ശരശയ്യ. ഭാരതം കണ്ട ഭീഷ്മരല്ല ഈ ശയ്യയിൽ, ശരശയ്യയിൽ മാനസയായി തകർന്നടിഞ്ഞു ജീവിതം. കേരളത്തിലെ പ്രമുഖ നഗരമായ കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡ് പോർട്ട് ട്രസ്റ്റ് ആശുപത്രി 11 നമ്പർ വാർഡിലെ 4 നമ്പർ കട്ടിലിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മുഖം പോലും അവ്യക്തമാക്കി മുടി പറ്റി വെട്ടിമുറിച്ച് എല്ലും തോലുമായി കട്ടിലിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന തകർന്നടിഞ്ഞ ജീവിതത്തിന്റെ അവശിഷ്ടം എന്നോണം ശയ്യാവലംബയായ 24 വയസ്സുള്ള ആരിവൾ വിധിതൻ വിളയാട്ട് പമ്പരമോ, ആയുസിൻ ദൈർഘ്യം ഇതാരുടെ പുണ്യമോ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് തളർന്നവശയായി കിടക്കുന്ന ഈ യുവതി ആരാണ്? സുഹൃത്തുക്കളെ, കൊച്ചി പോർട്ട് ട്രസ്റ്റ് ജീവനക്കാരനായ സത്യനാരായണൻ, ഭാര്യ ഗംഗോത്രി. അവർക്ക് സമ്പാദ്യമെന്ന് പറയാൻ ആകെയുള്ളത് ഓമനത്തം തുളുമ്പും ഓമൽകിടാവുണ്ട്, ഓടിയണഞ്ഞെത്തും മാതിര തിങ്കളായി. അച്ഛനു കിന്നാരം അമ്മയ്ക്കു പുന്നാരം, അച്ഛനു കിന്നാരം അമ്മയ്ക്ക് പുന്നാരം. കൂടെ പിറപ്പിന്നോ കൂട്ടാണവളെന്നും. അച്ഛനും അമ്മയ്ക്കും പൊന്നോമനയായിരുന്നു അവൾ ശാരി. ഇളയ സഹോദരൻ ശരത്. സഹോദരൻ ശരത്തിനോടൊപ്പം സ്കൂളിലേക്കുള്ള യാത്ര. കുട്ടിക്കഥകളും ചൊല്ലി കൂട്ടുകാരോടൊത്ത് കൂടി ആടിപ്പാടി രസിച്ചു തുടിച്ചു അവർ ആനന്ദപ്പൂണ്ടിരുണ്ട് രസിച്ചു. കഥകളെല്ലാം ചൊല്ലിയും പറഞ്ഞും സ്കൂളിലേക്കുള്ള യാത്രയും സ്കൂൾ ജീവിതവും എത്ര സുഖകരം. പക്ഷേ എവിടെ വെച്ചാണെന്നറിയില്ല ആ കുടുംബത്തിന്റെ ആണിക്കല്ലിന് ഇളക്കം നേരിട്ടത്. എപ്പോഴാണെന്നറിയില്ല ആ പിതാവിന് താളപ്പിഴ സംഭവിച്ചത്. സുഹൃത്തുക്കളോടൊപ്പം കമ്പനി കൂടിയപ്പോൾ ഒരു നേരം പോക്കിന് ഒരല്പം മദ്യം അകത്താക്കി. തെല്ലു നേരം കഴിഞ്ഞപ്പോൾ തലയ്ക്കകത്തൊരു പിരിപിരിപ്പ്, ശരീരം താനേ നീങ്ങുന്നത് പോലെ. മക്കൾക്കുള്ള പലഹാരപ്പൊതിയുമായി വീട്ടിലെത്തിയതിന്റെ ഭർത്താവിനെ കണ്ട് ഗംഗോത്രി വിളിച്ചു നിന്നു. ഇതെന്തു പറ്റി? ഒന്നുമില്ലെന്നേ, ആ സേതുമാധവൻ പെൻഷനായി പോകില്ലേ, ഞങ്ങളൊന്ന് ആഘോഷിച്ചു, അത്രയേ ഉള്ളൂ. നോക്കൂ, നമ്മൾക്കൊരു പെൺകുട്ടിയുണ്ട്, അവൾ വളർന്നു വരികയാണെന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. ഓ, അവളെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ 24 മണിക്കൂറും തണ്ണിൽ മുങ്ങി നടക്കുകയാണെന്ന്. അങ്ങനെ പാർക്കിൽ തുടങ്ങിയ മദ്യപാനം പിന്നെ മാസത്തിൽ ശമ്പളം കിട്ടുന്ന ദിവസങ്ങളിലായി, പിന്നെ അത് ആഴ്ചയിൽ ഒരിക്കലായി. ഇന്നിതാ എന്നും വൈകുന്നേരമായാൽ 4 കാലിലാണ് വീട്ടിലേക്കുള്ള വരവ്. ഗംഗോത്രി കരഞ്ഞു പറഞ്ഞു നോക്കി, ശാസിച്ചു നോക്കി. പക്ഷേ ദിവസത്തിന് ദിവസം അയാൾ സ്വയം മദ്യത്തിന് അടിമപ്പെടുകയായിരുന്നു. നിങ്ങളിങ്ങനെയായ ഞാൻ എൻ്റെ മക്കളെ ഈ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കും. നിന്റെ ഒരു മുന്നാര മോള്, നിനക്കൊക്കെ വേണ്ടി ഞാൻ എൻ്റെ സുഖവും സുഹൃത്തുക്കളെല്ലാം ഉപേക്ഷിക്കണമെന്നാണോടി? നടക്കില്ല, നടക്കില്ല നാടകം. ഈ മനുഷ്യന്റെ പുറപ്പാട് എന്തിനാണ് എൻ്റെ ഉടയ തമ്പരാന്? അവളുള്ളൊരു ഉടയ തമ്പരാന്. ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. നിന്റെ മക്കളുടെ അശാരം കൊണ്ടൊന്നല്ലോ. അയാൾ അവിടെ നിന്നും ഇറങ്ങിത്തിരിച്ചു. പഠിക്കാൻ മിടിക്കുകയായിരുന്നു ഷാരി. ആദ്യം അവളതൊന്നും വകവെച്ചില്ല, അച്ഛൻ്റെ നേരം പൊക്കല്ലേ എന്ന് കരുതി. പക്ഷേ തൻ്റെ മകൾ വളർന്നു വരുന്നുണ്ടെന്ന ചിന്ത പോലുമില്ലാതെ, കുടുംബത്തെക്കുറിച്ച് ലേശം പോലും ഓർക്കാതെ, മുഴുക്കുടിയനായി നേരവും കാലവും നോക്കാതെയായി വീട്ടിലേക്കുള്ള വരവ്. ഒരു ദിവസം തൻ്റെ മകൻ അരികിലിരുത്തി
മോനെ ഇതൊന്ന് രുചിച്ച് നോക്കിയടാ. കുഞ്ഞിനെ നിർബന്ധിച്ച് അവന്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്തു. ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുന്ന കുഞ്ഞിനെ കണ്ട് അമ്മ ഓടിയെത്തി കുഞ്ഞിനെ അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റി. ഈ മനുഷ്യന്റെ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഇന്ന് ആ കുടുംബനാഥൻ മറ്റൊന്നും ഓർക്കാതെ വരുമാനത്തിന്റെ 3/4 പങ്കും ഷാപ്പിലും ബാറിലുമായി കുട്ടിച്ചു മുടിച്ചു. ക്രമേണ ആ കുടുംബം പട്ടിണിയും പരിവട്ടവുമായി ദിവസങ്ങൾ തള്ളി നീക്കി. കോളേജിലെ ഫീസ് അടയ്ക്കാൻ വഴിയില്ല. ശരത്തിന്റെ പഠനം 10ാം ക്ലാസ്സോടെ വഴിമുട്ടി. വീട്ടിൽ ട്യൂഷൻ എടുത്തും മറ്റും ശാരി കോളേജിലെ ഫീസ് അടച്ചു പഠിച്ചു. അച്ഛന്റെ വഴിവിട്ടുള്ള ജീവിതം മകന്റെ ജീവിതത്തെയും വഴിതെറ്റിച്ചു. തെറ്റായ കൂട്ടുകെട്ടും മദ്യപാനവും അവൻ സ്ഥിരം തൊഴിലാക്കി. ഇന്നിതാ മയക്കുമരുന്നിനും അടിമയായി തീർന്നിരിക്കുന്നു. കയ്യിൽ കാശ് കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കും. എടി ശാരി, എനിക്ക് കുറച്ച് പണം വേണം. എന്റെ കയ്യിൽ എവിടെന്നാ പണം? എന്നെ പറഞ്ഞ് പറ്റിക്കാനൊന്നും നോക്കണ്ട. അമ്മയും ശാരിയും എന്തെങ്കിലും മുരുക്കിപ്പെറുക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരറിയാതെ അവനിത് തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ടു പോകും. ഒരു ദിവസം ഗംഗോത്രി തന്റെ മകനെ വിളിച്ചു. മോനെ ശരത്തെ, നീ എന്തിനുള്ള പുറപ്പാടാണ്? ഓ, എന്നെ ഉപദേശിക്കാനായിരിക്കും. എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. അച്ഛൻ ഇത്രയൊക്കെ ആകാമെങ്കിൽ എനിക്കൊന്നും ഉണ്ടായിക്കൂടാ. ഞാൻ കുടിക്കും, കൂത്താടും, എന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നെ തടയാനെങ്കിലും വന്നാ രണ്ടിനെയും കൊന്നുകളയും ഞാൻ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ആ അമ്മ ഹൃദയം പൊട്ടിക്കരയും. മനസ്സ് ആ മകന് നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഉദരത്തിൽ പേറിയോരമ്മയ്ക്കു തന്മക്കൾ ഒരു കാലത്തും ചുമടാവുകില്ല. അരമുറുക്കി പൊന്നുമക്കളെ പോറ്റുന്നോരകം നൊന്തു നീറുകിൽ ശാപമേൽക്കും, ശാപമേൽക്കും. പക്ഷേ ആ അമ്മ എല്ലാം സഹിച്ചു. ക്ഷമയാധരിത്രി, സ്നേഹേശുമാത എന്ന അമ്മയ്ക്ക് നൽകിയ പര്യായങ്ങളെല്ലാം എത്ര അർത്ഥവത്താണെന്ന് നോക്കൂ. സ്വയം മരമുറുക്കി മക്കളെ പട്ടിണിക്കിടാതെ വളർത്താൻ പാടുപെടുന്ന അമ്മ. ശാരി ഇന്ന് BCom ഫൈനൽ ഇയറിന് പഠിക്കുന്നു. വീട്ടിലെ കോലാഹലങ്ങളെല്ലാം അവൾ കാണുന്നുണ്ട്. പക്ഷേ ആരോടും ഒന്നും പറയാതെ എല്ലാം സ്വയം സഹിച്ചു. താഴിട്ടു പൂട്ടി തൻ വേദനകൾ താനെ സഹിക്കാൻ പഠിച്ചു പാവം. നോവിന്റെ കൈപ്പുനീ നുണങ്ങിറക്കി രാവിന്റെ മാറിൽ തളർന്നുറങ്ങി, തളർന്നുറങ്ങി. എന്തു ദുസ്വപ്നം കണ്ട് ശാരി പെട്ടെന്ന് ഞെട്ടിയുണർന്നു. തന്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുന്ന അമ്മ. അവൾ ഒന്നും മനസ്സിലാകാതെ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മ പൊട്ടിച്ചിരിക്കുന്നു. അമ്മേ, അമ്മേ, അമ്മയോ? ഞാനോ? എന്റെ ഈശ്വര, എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? ദൈവമേ, നീ ഇത്ര കരുണയില്ലാത്തവനാകരുത്. അവൾ തേങ്ങിക്കരഞ്ഞു. കാരുണ്യമില്ലാത്തോനാണോ ദൈവം? കണ്ണുനീർ കണ്ട് ചിരിക്കയാണോ? നിൻ കളിപ്പാട്ടമോ പാവമീ മർത്യൻ? നിൻ കണ്ണുനീരിൻ കഥയാരറിവോ? എന്റെ കുട്ടി, നീ എന്തിനാ കരയണേ? അവളമ്മ കെട്ടിപ്പിടിച്ചു. അമ്മേ, നമുക്ക് എന്തിനീ ജീവിതം? ഇനി അടുത്തത് പോണ്ടോ? മോൻ ഭക്ഷണം കഴിച്ചോ എന്തോ? അവരവിടെ നിന്നും എഴുന്നേറ്റ് പോയി. പ്രിയമുള്ളവരെ, പാവം ആ മാതാവ് തികച്ചും ഒരു മാനസിക രോഗിയായി തീർന്നിരിക്കുന്നു. അവർ താമസിക്കുന്ന തൊട്ടടുത്ത 2 ക്വാർട്ടേഴ്സിലും താമസക്കാരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞില്ല. സുഹൃത്തുക്കളെ, ഷാരിയുടെ റിസൾട്ട് വന്നു. 80% മാർക്കോടെ അവൾ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. അധ്യാപകർക്കെല്ലാം അഭിമാനമായി. ക്ലാസ്സിലിരിക്കുമ്പോൾ 1-2 തവണ ഷാരി തല കറങ്ങി വീണു. ഇത് പല സന്ദർഭങ്ങളിലും ആവർത്തിച്ചിരുന്നു. അവളത്ര കാര്യമാക്കിയില്ല. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന ഷാരി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ശരീരം പൊള്ളുന്ന പനി, ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അമ്മയാണെങ്കിൽ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് ആ മുറിയുടെ മൂലയിൽ ഇരിക്കുന്നു. ആരോടാണ് സഹായം അഭ്യർത്ഥിക്കുക? ഒരു മാർഗവും കാണുന്നില്ല. ഷാരിയുടെ മനസ്സും ശരീരവും ഒരുപോലെ തളരുകയായിരുന്നു. മുഖവും കവളും മുട്ടിയുണങ്ങി, കൈകാലുകൾ ശോഷിച്ചെല്ലും തോലുമായി
ക്രമേണ ആ പാവം തീരെ കിടപ്പിലായി. ആരുണ്ട് സഹായത്തിന്? ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാമെന്ന് വെച്ചാൽ കയ്യിൽ ചില്ലി കാശില്ല, കൊണ്ടുപോകാൻ ആളുമില്ല. നേരത്തിന് ഭക്ഷണമോ വസ്ത്രമോ ലഭിക്കാതെ നരകിക്കുന്ന 2 ജീവിതങ്ങൾ. മാസങ്ങളോളമായി ആ പെൺകുട്ടി കിടന്ന കിടപ്പാണ്. ഷാരിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സഹോദരനായ ശരത്തിനോട് അവളെ പറ്റി അന്വേഷിച്ചാൽ അവളിവിടെ ഇല്ലെന്നും കോട്ടയത്ത് പൊരിക്കുകയാണെന്നും പച്ച കള്ളം പറഞ്ഞ് അവൻ രക്ഷപ്പെടും. യാദൃശ്ചികമായി ഒരു ദിവസം വീട്ടിലെത്തിയ സഹോദരൻ വെളിയിൽ നിന്നും പൂട്ടിയിട്ടിരുന്ന് മുറി തുറന്നു. പെട്ടെന്ന് പുറകോട്ട് വലിഞ്ഞു. അത്രയ്ക്ക് ദുർഗന്ധം. ചലനമറ്റ പോലെ കട്ടിലിൽ കിടക്കുന്ന സഹോദരി. പിന്നവനോട് നിന്നില്ല, കഥകടച്ച് പിൻവാങ്ങി. സുഹൃത്തുക്കളെ, സംരക്ഷിക്കാൻ ആരോരുമില്ലാതെ, ഒന്നനങ്ങാൻ പോലും കഴിയാതെ ആ പാവം കിടന്ന കിടപ്പായി. ഷാരിയുടെ എല്ലും തോലുമായ ശരീരം പൊട്ടി വ്രണമായി. മനുഷ്യനടിക്കാൻ പോലും മറച്ചു പോകുന്ന അവസ്ഥ. ചലവും ചോരയും പഴുത്തൊലിക്കുന്ന വ്രണങ്ങളിൽ നിന്നും പുഴുക്കൾ ഞെളിയുന്നു. കട്ടിലിന് ചുറ്റും അരിച്ചു നീങ്ങുന്നു. ജീവനുള്ള ശരീരത്തെ പുഴുക്കൾ കാർന്നു തിന്നു തുടങ്ങിയിരിക്കുന്നു. എന്തൊരു ഹതവിധിയാണിത്! ഹതവിധിയോ മുൻജന്മ പാപമോ ഹതഭാഗ്യയാണോ പാപം? മരണമേ നീ പോലും വെറുത്തുപോയോ? മടിയിലടയ്ക്കാൻ മറന്നുപോയോ? ഹതവിധിയോ മുൻജന്മ പാപമോ? ശരത്ത് തൊട്ടടുത്തുള്ള കടയിൽ കയറി ഡെറ്റോണും സെന്റും വാങ്ങുന്നത് കണ്ട് അടുത്തു നിന്നവർക്ക് സംശയമായി. കാര്യം തിരക്കിയപ്പോൾ അവൻ മറുപടിയൊന്നും പറയാതെ നടന്നകന്നു. 2 സാമൂഹിക പ്രവർത്തകരും ചെറുപ്പക്കാരും ക്വാർട്ടേഴ്സിനകത്തേക്ക് പ്രവേശിച്ചു. ശരത്തിന് അതത്ര രസിച്ചില്ല. നിൽക്കാൻ! ഇതെന്റെ വീടാണ്. എന്റെ അനുവാദം കൂടാതെ ഇങ്ങോട്ട് കടന്നു വരാൻ നിങ്ങൾ ആരാണ്? ഓ, അവന്റെ ഒരു അനുവാദം. തുടർന്ന് പരസ്പരം മൽപ്പിടുത്തമായി. 2 പേർ ചേർന്ന് ശരത്തിനെ കടന്നു പിടിച്ചു. ബാക്കിയുള്ളവർ മുറിക്കകത്തേക്ക് കടന്നു. അവിടെ അവർ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. കട്ടിലിൽ ജീവച്ഛവം കണക്കെ കിടക്കുന്ന യുവതിയുടെ മുഖത്തും ശരീരത്തിലാകമാനം പുഴുവരിക്കുന്നു. ബോധം പൂർണ്ണമായും നശിച്ചിട്ടില്ല. തൊട്ടടുത്ത് മുറിയുടെ മൂലയിൽ കൂനിക്കൂടിയിരിക്കുന്ന അമ്മയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മൗനമായിരുന്നു മറുപടി. സന്മനസ്കരായ സമൂഹവാസികളുടെ സഹായത്തോടെ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. അച്ഛന്റെ പരിവേശമണിഞ്ഞ ഹൃദയശൂന്യനായ മനുഷ്യൻ ആരോടോ കടം തീർക്കാനെന്നോണം ഒരു ദിവസം അവിടെ എത്തി. പിന്നെ അച്ഛന്റെയോ മകന്റെയോ നിഴൽ പോലും അവിടെയെങ്ങും ആരും കണ്ടിട്ടില്ല. ഇന്ന് സന്മനസ്കരായ സമൂഹവാസികളുടെ സഹായത്തോടെ ആശുപത്രിയിൽ കഴിയുന്ന ഷാരിയുടെ നില ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. സുഹൃത്തുക്കളെ, സംരക്ഷിക്കേണ്ട സഹോദരനും പോറ്റി വളർത്തേണ്ട പിതാവ് ജീവിച്ചിരുന്നിട്ടും ഈ പെൺകുട്ടിക്ക് എന്തേ ദുർവിധി? മദ്യവും മയക്കുമരുന്നും തകർത്തെറിഞ്ഞ കുടുംബം ശിഥിലമായി. മാതാവിനും കൂടപ്പിറപ്പിനും രക്ഷയേകേണ്ടവർ മദ്യപിശാചിന്റെ കിരാത ഹസ്തങ്ങളിൽ ഏർപ്പെട്ടു. സുഹൃത്തുക്കളെ, സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും മൂല്യവത്താക്കി തീർക്കേണ്ട ഈ ജീവിതത്തെ കണ്ണടച്ചിരുട്ടാക്കരുതേ. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണ്. സ്വർഗവും നരകവും പടുത്തുയർത്തുന്നത് നമ്മൾ തന്നെയാണ്. മനുഷ്യ, നീ നിന്നെ മറക്കരുതേ, മനസാക്ഷി വിൽപ്പന ചെയ്യരുതേ. മണ്ണിതിൽ മാനവ ജന്മമൊന്നല്ലോ, നിർണയം നിരക്കുക സ്വർഗമാക്കാം. ഈ കഥയ്ക്ക് ഇവിടെ തിരശ്ശീല വീഴുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. KCYM യുവജന സംഘടന സംഘടിപ്പിക്കുന്ന ഉത്സവ് 2020 എന്ന ഓൺലൈൻ കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. എൻ്റെ വീട് ഒരു ഗ്രാമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അവിടെ എന്നും ഉറക്കമുണർത്തിയിരുന്നത് കിളികളുടെ കളകളാരവും അമ്പലത്തിൽ നിന്നുള്ള ഇടയ്ക്കയുടെയും ശംഖിന്റെയും എല്ലാം ശബ്ദമാണ്.
TV എനിക്കെന്നും ഒരു വിനോദമായിരുന്നു. TVയിലെ ചില കാഴ്ചകളിലേക്ക്. കുളക്കെട്ട കോഴി കുളക്കോഴി ഒന്നഞ്ചാറുവിലവാറ്റാട്ടി നീ കേട്ടത് ശ്യാമളെ. എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴിയെ പഠിക്കുന്നു, മുട്ടയടിക്കുന്നു. ഒരൊറ്റ ചോദ്യം മതി, നിങ്ങളുടെയൊക്കെ ജീവിതം മാറി മറിയാൻ. കം ലെറ്റ്സ് പ്ലേ. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലും LDF സർക്കാർ തന്നെ ഭരണത്തിൽ വരും. അതുകൊണ്ട് മലമ്പുഴ നിയോജക മണ്ഡലം ആരും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഞാൻ ഒരു ജോലി ആവശ്യത്തിനായി നഗരത്തിലേക്ക് വണ്ടി കയറി. അവിടെ എന്നെ ഉറക്കമുണർത്തിയിരുന്നത് ഫാക്ടറികളിൽ നിന്നുള്ള സൈറനും ഹെലികോപ്റ്ററുകളുമെല്ലാമായിരുന്നു. അവിടെ ഞാനൊരു പരേഡ് ഗ്രൗണ്ടിൽ പോകുവാനിടയായി. പെട്ടെന്നാണ് കൊറോണ എന്ന മഹാമാരി നമ്മളെല്ലാവരെയും പിടികൂടിയത്. എങ്ങും ആംബുലൻസുകളുടെ ശബ്ദമായിരുന്നു എന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. ഈ കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും നാം എല്ലാവരും സംരക്ഷിതരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവളുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ടോ? ഉച്ചരീരത്തുന്ന താണ്ഡവമാടിയ അസീറിയായുടെ തന്ത്രങ്ങൾ വെള്ളം കുടിക്കാൻ ദുരിതമായി ഇസ്രയേൽ അന്നു കഴിഞ്ഞ കാലം വെച്ചുടിയ കാക്കും മനാസെ ചെറുക്കൻ യഹോവ നൽകിയ സമ്മാനം ജൂഡിത്തെന്നൊരു വീരപുത്രി. അസീറിയ ദേശം വാഴും രാജാവിൻ സൈന്യത്തിൽ എന്ന കായസ്ഥരുന്ന ഇസ്രയേൽ ജനത്തെ നശിപ്പിക്കാനായി കിങ്കരന്മാരൊത്ത് വന്നൊരു
വെള്ളത്തിനായി കാത്തിച്ചു നിൽക്കുന്ന ജൂഡിത്തിനെ കണ്ടു. വിധവയായി തീർന്നൊരു ജൂഡിത്ത് കാര്യം ഗ്രഹിച്ചപ്പോ വീണ്ടും വികാരമായി നാട്ടുകാർക്ക്. ഞാൻ തന്നെ വളമെടുത്തു. ശബ്ദം കേട്ട് ഞെട്ടിത്തരിച്ചു പാവമാദേശക്കാർ. അതിരിയായിലെ വീതിയിലൂടെ നിലവിളിച്ചു. ദാസിയായവൾ ഓടിടുമോ ആ വിളിയോടെ മുന്നിലായെത്തി സൈന്യത്തിൽ ഏതോ സൗന്ദര്യധാമത്തെയെന്നവർ ആദ്യ അവരെ സ്വീകരിച്ചു. ശക്തിയാതിച്ചുവരൂകിയവൾ പള്ളി മധ്യത്തിലെ കോടിയെത്തി. തലയ്ക്ക് മുകളിൽ ൊങ്ങിടക്കും ആട്ടിച്ചു നിന്നവൾ തെല്ലുനേരം നെഞ്ചോടടുക്കി യാചിച്ചു നിന്നു. ശിരസ് ഒരു കുഞ്ഞു പോലും അറിഞ്ഞതില്ല. ശത്രു നശിച്ചു പോയി അസീറിയായുടെ സൈന്യങ്ങളും. എല്ലാം കണ്ടിരിക്കുന്ന ദൈവത്തിൻ ജനമേ പറയൂ, നിങ്ങളും കേൾക്കുന്നു ദൈവസ്വരം. വിശ്വാസം പ്രാർത്ഥന ഇവ നൽകും ദൈവകൃപ. ഓരോർമ്മയ നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയ നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയ നിൽക്കുന്ന ദൈവകൃപ. ഓരോർമ്മയ നിൽക്കുന്ന ദൈവകൃപ. ഓരോർമ്മയ നിൽക്കുന്ന ദൈവകൃപ. നമസ്കാരം. ഭാരതീയ സങ്കല്പങ്ങളിൽ സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, സർവം സഹയാണ്. എന്നാൽ സ്ത്രീയിലെ രൗദ്രഭാവം അതിഭയാനകവും. അവളിലെ അമ്മ, മകൾ, ഭാര്യ എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം വെറും പൊള്ളയാണോ എന്ന് തോന്നിപ്പോകുന്ന എത്രയെത്ര സംഭവങ്ങൾ കേരളം കണ്ടു കഴിഞ്ഞു. വരൂ അങ്ങനെ ഒരു കഥയിലേക്ക്. തിങ്കൾ കിടാവോ നല്ല താമര. ഞാൻ മീനു, അച്ഛൻ്റെ സ്വന്തം മീനുക്കുട്ടി. പേടിയാ എനിക്കിവിടെ. വേദനിക്കണു. ഇവിടെ ആരുമില്ല എൻ്റെ അടുത്ത്. അച്ഛനും അമ്മയും ദൂരെ. അച്ഛന് മീനുക്കുട്ടിയെ കാണാണ്ട് നല്ല സങ്കടമുണ്ട്. പക്ഷെ അമ്മ, എല്ലാ അമ്മമാരും ഇങ്ങനെയാണോ അറിയില്ല. എൻ്റെ കഥ അറിയണ്ടേ നിങ്ങൾക്ക്? മോളെ മീനു, ഇതെവിടെയാ? അമ്മ പറഞ്ഞിട്ടില്ലേ ഇത് മുഴുവൻ കഴിക്കണമെന്ന്? അന്നല്ലേ മീനുക്കുട്ടി വലിയ ആളാവുള്ളൂ. വലിയ നമുക്ക് ഡിഷൻ വെക്കാൻ പറ്റുള്ളൂ. ബാ ഇത് മുഴുവൻ കഴിക്കണം. അമ്മ വരുത്തരാം നമുക്ക്. ആരാ അമ്മ ഈ ഫോണിൽ? അച്ഛനാണോ?
ഇത് അച്ഛനല്ല, വേറൊരു അങ്കിളാ. ആ, ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ വന്ന അമ്മയ്ക്ക് ഉമ്മയൊക്കെ തന്ന അങ്കിളല്ലേ? എനിക്കറിയാം. ഉമ്മയോ? ഇല്ല, മോൾ ഇത് മുഴുവൻ കഴിക്കട്ടോ, അമ്മ ഇപ്പം വരാം. ഹലോ, എന്താ വിളിക്കാൻ ഇത്ര വൈകിയേ? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്നലെ നീ ഇവിടെ വന്നത് അവൾ കണ്ടിട്ടുണ്ട്. അവളതെങ്ങാനും അയാളോട് പറഞ്ഞ പിന്നെ പേടിക്കാതെ. എനിക്ക് നിൻ്റെ വിശ്വാസമാണ് രാഹുൽ. പക്ഷേ ഇനിയും നമുക്ക് എത്ര കാലം ഈ ബന്ധം ആരും അറിയാതെ കൊണ്ടു നടക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ആർക്കും എത്തിപ്പിടിക്കാനാകാത്തൊരിടത്ത് എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ എടുക്കാം. നമുക്ക് നീയും ഞാനും നമ്മുടെ മോളും മാത്രമുള്ളൊരു സ്വർഗം തീർക്കണം. ആ മീനു, അവളില്ലാതെ എങ്ങനെ? ഞാനില്ലെങ്കിൽ ഇവിടെ കണ്ടതെല്ലാം അവൾ അയാളോട് പറയും. അങ്ങനെ എങ്ങാനും അയാൾ അറിഞ്ഞ, ഇത്രയും കാലം ഞാൻ അയാളെ ചതിക്കുകയാണെന്ന് അയാൾ അറിഞ്ഞ ജീവിക്കാൻ സമ്മതിക്കില്ല അയാൾ. അതുകൊണ്ട് അവളും നമുക്കിപ്പം വേണം. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഹലോ രാഹുൽ, നീ ഇല്ലാതെ പറ്റില്ല എനിക്ക്. രാഹുൽ. മീനു, മീനു ഇങ്ങ് വാ, വാ. അമ്മ മോളെ ഉറക്കാം. ഇനി അമ്മ പറയാതെ മോള് കണ്ണ് തുറക്കരുത്. കണ്ണടച്ച് കിടന്നോ. അമ്മ മോളെ ഒത്തിരി ഒത്തിരി ദൂരേക്ക് അയക്കാൻ പോവാ. ഓമാന തിങ്കൾ കിടാവോ നല്ല താമരക്കോമാള പൂ. ഓമാന തിങ്കൾ കിടാവോ നല്ല. മീനു, മീനു മോളിറങ്ങിക്കോ. ഇനി മോളൊരിക്കലും അമ്മയെ ശല്യം ചെയ്യാൻ വരരുത്. മോളിറങ്ങിക്കോ. രാഹുൽ, ഞാൻ വരാം നിൻ്റെ കൂടെ. നീ പറഞ്ഞതുപോലെ എല്ലാം ഉപേക്ഷിച്ച്. പേടിയാ, എനിക്കിവിടെ പേടിയാ. അച്ഛനെയും അമ്മയൊക്കെ കാണണം എനിക്ക്. അവരങ്ങ് ദൂരെയാ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല. പക്ഷേ കാതടപ്പിക്കുന്ന ക്രൂരകൃത്യങ്ങൾ കേട്ട് കേട്ട് നീതിദേവത പോലും വിറങ്ങലിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാറ്റം അനിവാര്യമാണ്. ഹൃദയങ്ങളിലേക്ക് മൂല്യബോധത്തിൻ്റെ ദൈവിക വെളിച്ചം ഒഴുകിയിറങ്ങട്ടെ. നന്ദി.
പകരം നീ ഞങ്ങളെ കാക്കേണമേ. ഒരു നേരമല്ല പല നേരമുണ്ണാൻ ഒരുപാട് വരനല്ല് നൽകിയില്ലേ, ഒരുപാട് വരനല്ല് നൽകിയില്ലേ. ഒരു കാര്യം നാം കൽപ്പിച്ചിടാം, ഒരു രാവിൽ മാരനെ വിട്ടുറങ്ങ്, ഒരു രാവിൽ എന്നോട് ചേർന്നുറങ്ങ്. പാവങ്ങളാണേലും പട്ടിണിയാണേലും പരിശുദ്ധരാണീ ഞങ്ങളെന്നും. ഒരു നേരമില്ലേലും ജീവിച്ചു പോകട്ടെ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ. ഇരവേറെ ചെന്നപ്പോൾ ഒരു പാളത്തൊപ്പിയിൽ കുന്നെല്ലുമായിട്ടു വന്നുമാരൻ. കുറുനിറമാറ്റിയൻ കാതിൽ ചൊല്ലി, ജന്മിയെ കയ്യേറി നെല്ലു കവർന്നു. ഒരു പിടി കഞ്ഞി ഞാൻ കോരിയൊഴിക്കുമ്പോൾ പടികടന്നു വന്നു പോലീസ് തമ്പ്രാനും. ഭക്തിയുടുപ്പിട്ട പോലീസ് ചെന്നായ്ക്കൾ കൊക്കിന്റെ പട്ടയാൽ തല്ലിച്ചതച്ചു. കൊല്ലല്ലേ മാനെ, ഒരു നേരം കഞ്ഞിക്ക് വകയില്ലാതടിയങ്ങൾ ചെയ്തതാണേ. പിന്നെയും തല്ലുവാൻ തോക്കുയർത്തുമ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. ഇറയിൽ നിന്നും അരിവാളെടുത്തു ഞാൻ പെട്ടെന്ന് വെട്ടിയ ചെന്നായേ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൽ പാതകമന്യായമോ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൽ പാതകമന്യായമോ. ചിരുതൽ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. മാന്യ സദസ്സിന് വന്ദനം. ദേശാഭിമാന പ്രചോദിതമായ ഒരു കഥ കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സവനയം സമർപ്പിക്കുന്നു. സർവം സഹയായ ഒരമ്മയുടെ സാർവജനനീയമായ സ്നേഹപ്രവാഹത്തിന്റെ ഇതിഹാസം കൂടിയാണ് ഈ കഥ. നാനാത്വത്തിൽ ഏകത്വം എന്നതാണല്ലോ ഭാരതാംബയുടെ മുഖമുദ്ര. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നാട് ജാതിമത വർഗമത മാത്സര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഭീകരപ്രവർത്തനങ്ങളുടെ വിഷജ്വാലകൾ ഭാരതാന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നു ഒരമ്മ. ഈ അമ്മയുടെ ശബ്ദഘോഷങ്ങളുടെ ലയവിന്യാസമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ പോകുന്നു. പ്രസിദ്ധ ഹിന്ദി സാഹിത്യകാരനായ കിഷൻ ചന്ദ്രന്റെ രാത്രിഗാഠി എന്ന പ്രസിദ്ധ ഹിന്ദി നോവലിന്റെ മലയാള കഥാപ്രസംഗാവിഷ്കാരം. ജന്മഭൂമി. ഊരിക്കെട്ടി പെയ്യുന്നൊരു കർക്കിടക രാത്രി. തുള്ളിക്കൊരുകുടം കണക്കെ കാലവർഷം തകർക്കുകയാണ്. പേടിപ്പെടുത്തുന്ന ഇടിമിന്നലുകളും ആഞ്ഞടിക്കുന്ന കാറ്റും. പ്രകൃതി സംഹാര താണ്ഡവമാടുന്നു. സമയം അർദ്ധരാത്രി കഴിഞ്ഞു. സകല ജീവജാലങ്ങളും ഗാഢനിദ്രയിലാണ്. വെളിച്ചത്തിന്റെ ഒരു തരി പോലും എങ്ങും കാണുന്നില്ല. വിളക്കെല്ലാം കെടുത്തി മേലാകെ പുതച്ചു മൂടി പ്രപഞ്ചവ്യാപാരങ്ങളൊന്നും തന്നെ അറിയാതെ മനുഷ്യൻ മതികെട്ടുറങ്ങുന്നു. പേടിപ്പെടുത്തും പ്രകൃതി തൻ സംഹാര നാടക കേളി മട്ടിൽ തുടരവേ കത്തുമോരെന്ന വിളക്കു
പ്രപഞ്ചത്തെയാകെ നടുക്കിക്കൊണ്ട് പ്രകൃതി സംഹാരതാണ്ഡവമാടുന്ന ഈ അവസരത്തിൽ മങ്ങിക്കത്തുന്ന മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചവുമായി അതാ ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു മൺകുരയിലിരിക്കുന്നു. ആ സ്ത്രീ ആരെയോ കാത്തിരികയാണെന്ന് തോന്നുന്നു. അവരുടെ അരികിൽ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അടച്ചു വെച്ചിരിക്കുന്നു. ഈ സ്ത്രീ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങളോ മാസങ്ങളോ അല്ല, 1 വർഷം തന്നെ കടന്നു പോയിരിക്കുന്നു. മനസ്സിൽ അത്യുദ്ഘടമായ ദാഹവും കൺകളിൽ കത്തി നിൽക്കുന്ന പ്രതീക്ഷയുമായി ഈ അമ്മ കാത്തിരിക്കുന്നത് ആരെയാണെന്നോ? ആറ്റുനോറ്റുണ്ടായി ആത്മാവിന്റെ ചൂട് പകർന്ന് ലാളിച്ചു വളർത്തിയ തന്റെ മകനെ, തന്റെ വാർദ്ധക്യത്തിൽ തനിക്ക് താങ്ങും തണലുമാകേണ്ടവനെ. 1 വർഷം മുമ്പ് ഇതുപോലൊരു കാളരാത്രിയിൽ ആ അമ്മയെ ഉപേക്ഷിച്ചു പോയതാണ് ആ മകൻ. എല്ലാ രാത്രിയും മകൻ വരുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുന്നു. രാത്രിയുടെ അവസാന യാമത്തിൽ നിരാശയോടെ ആ സ്ത്രീ അവിടെ തന്നെ തളർന്നു കിടന്നുറങ്ങുന്നു. മഴയുടെ ശക്തി കുറഞ്ഞു. അവരുടെ ഉള്ളിനുള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു, അവൻ വരും, അവൻ വരും, എന്റെ മോനെന്ന് വരും. ഈരാവു തീരുന്നതിനു മുൻപേ ശുക്രതാരം ഉദിക്കുന്നതിനു മുൻപേ, ഈരാവു തീരുന്നതിനു മുൻപേ ശുക്രതാരം ഉദിക്കുന്നതിനു മുൻപേ, ആനന്ദ പീയൂഷമുള്ളിൽ പകരാൻ ആത്മജൻ വന്നടഞ്ഞിടും, ഇന്നാത്മജൻ വന്നടഞ്ഞിടും. പകൽ വെളിച്ചത്തിൽ ഒരു പൗരന്റെ സമസ്ത സ്വാതന്ത്ര്യത്തോടുകൂടി അവന് വരാൻ കഴിയില്ല. കാരണം അവൻ ഈ നാടിന്റെ സമാധാനത്തിനും ഭദ്രതയ്ക്കും ഒരു വെല്ലുവിളിയായിരിക്കുന്ന ഭീകര സംഘത്തിലെ പ്രവർത്തകനാണ്. സർക്കാർ അവന്റെ തലയ്ക്ക് ലക്ഷങ്ങൾ വില പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൻ ഒളിവിലാണ്. എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായെന്ന് കേട്ടാൽ ആ അമ്മ നടുങ്ങും. അതാ ശാന്തമായ മനസ്സിന്റെ നൊമ്പരങ്ങൾ അവരെ വാർദ്ധക്യത്തിലേക്ക് നയിച്ചിരിക്കുന്നു. നിമിഷങ്ങൾ ബന്ധപ്പെട്ട് ഇഴഞ്ഞു നീങ്ങി. ഡും ഡും ഡും, ആരോ കഥകൾ മുട്ടുന്ന ശബ്ദം. ആ അമ്മ ഞെട്ടി ഉണർന്നു. ടക് ടക്, വീണ്ടും മുട്ടുന്നു. അവർ വിളക്കെടുത്ത് വാതിലിനരികിലേക്ക് നടന്നു. ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ധൈര്യപൂർവ്വം വാതിൽ തുറന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് കയറി വന്നു. അയാൾ തന്നെ വാതിലടച്ച് കുറ്റിയിട്ടു. ആരാണത്? ആരാണ്? ഭയപ്പെടേണ്ട, ഞാനാണ്, അമ്മയുടെ മകൻ ദിലീപൻ. അവർ വിളക്കുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അതെ അതെ, അവൻ തന്നെ. കയ്യിലൊരു തോക്ക്, തോളത്തൊരു സഞ്ചി, നനഞ്ഞൊലിക്കുന്ന രൂപം. ആ അമ്മ വിളക്ക് താഴെ വെച്ച് തന്റെ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എന്റെ പൊന്നു മോനെ. അമ്മതൻ നെഞ്ചിൻ നിളം ചൂടറിഞ്ഞവൻ ആലിംഗനത്തിൽ അമർന്നു നിന്നു. ആ പുനർസംഗമ സന്തോഷാധിക്യത്താൽ അമ്മയും പൊട്ടി കരഞ്ഞു പോയി. ആ പുനർസംഗമ സന്തോഷാധിക്യത്താൽ അമ്മയും പൊട്ടി കരഞ്ഞു പോയി. അമ്മേ, ബഹളം വെക്കരുത്, ഞാൻ ഒളിവിലാണ്, പോലീസ് എന്നെ തിരയുകയാണ്. ഇല്ല മോനെ, ഇല്ല, ഈ അമ്മ ബഹളം വെക്കില്ല. എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. തല തോത്തി വേഷം മാറി ഈ ആഹാരം കഴിച്ച് സുഖമായി കിടന്നുറങ്ങും. ദിലീപൻ ആഹാരം കഴിച്ചു. അമ്മ അടുത്തിരുന്ന് അവനെ ഊട്ടി. ആഹാരം കഴിച്ച് ക്ഷീണിതനായവൻ തളർന്ന് കിടന്നുറങ്ങിപ്പോയി. എണ്ണ വറ്റി പിടയുന്ന ദീപനാളത്തിന്റെ വെളിച്ചത്തിൽ അവർ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്റെ മകൻ ആകെ മാറിയിരിക്കുന്നു. കുട്ടിക്കാലത്ത് എത്ര സുന്ദരനായിരുന്നു അവൻ, എത്ര സമർത്ഥനായിരുന്നു അവൻ. ഒരു പൂവിനെ പോലും നുള്ളി നോവിക്കാത്തവൻ പിന്നെ എങ്ങനെ ഈ നരബലിയുടെ കാട്ടാള ചിന്തയ്ക്ക് അടിമയായി? എങ്ങനെ ഈ ഭീകര പ്രവർത്തനത്തിൽ ചെന്നുപെട്ടു? കഴിയുന്നിടത്തോളം ദിവസം അവരിവിടെ താമസിപ്പിക്കണം. ജോലി ചെയ്ത വകയിൽ അല്പം എന്തൊക്കെയോ ബാക്കിയുണ്ട്. അതെടുത്ത് അവന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി അവൻ ഇവിടെ നിന്ന് പോയാൽ എനിക്കതിന് സാധിച്ചില്ലെങ്കിലോ? അതോർത്തപ്പോൾ ആ അമ്മ നടുങ്ങി, വിങ്ങി പൊട്ടി. അഭിശബ്ദമാകുന്നോരായിരം ചിന്തകൾ
അഷ്ടകലാശങ്ങളാടിടുന്നു നേർത്ത ഹൃദയത്തിൻ ഭിത്തികളിൽ നൂറമ്പുകളേറ്റിടുന്നു നേർത്ത ഹൃദയത്തിൻ ഭിത്തികളിൽ നൂറമ്പുകളേറ്റിടുന്നു. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് ദിലീപ് ഞെട്ടിയുണർന്നു. അയ്യോ അമ്മേ, നേരം എടുത്തല്ലോ, ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പോകും? ഇല്ല മോനെ, ഇല്ല, ഇന്ന് ഞാൻ നിന്നെ വിടില്ല. ഒരു നേരമെങ്കിലും എനിക്ക് നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരണ്ടേ? ഇനി അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിലോ? അമ്മേ, ഞാനൊരു ഒളിപ്പോരാളിയാണ്. ഭക്ഷണം, വിശ്രമം ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എന്റെ സംഘത്തിന്റെ ഒരു ചാവേറാണ് ഞാൻ. സംഘത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുക, അത്രമാത്രമേ ലക്ഷ്യമുള്ളൂ. ആ പകൽ അമ്മ തന്ത്രപൂർവ്വം മകന് വിഭവങ്ങൾ ഒരുക്കി. മറ്റൊരാൾ വീട്ടിലുണ്ടെന്ന് അയൽക്കാർ പോലും അറിയാതെ കാത്തു സൂക്ഷിച്ചു. ഉച്ചയ്ക്ക് മകന് ഭക്ഷണം വിളമ്പി. അമ്മയും അടുത്തിരുന്ന് ഊണ് കഴിച്ചു. ഈ അവസരത്തിൽ ദിലീപിന്റെ കണ്ണുകൾ നിയന്ത്രണം വിട്ടൊഴുകി. ഇത് കണ്ട് ഉൾക്കിടലത്തോട് അമ്മ ചോദിച്ചു, എന്തിനാ മോനെ, എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ലാതെ നിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയില്ല. പറയൂ, എന്തിനാ? അമ്മേ, വളരെ ബന്ധപ്പെട്ട് ഞാൻ ഇവിടം വരെ വന്നത് അമ്മയെ അവസാനമായി ഒന്ന് കാണുവാനും അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുമാണമ്മേ. മോനെ! അതെ അമ്മേ, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഇനി ഒരിക്കലും അമ്മയ്ക്ക് എന്നെ കാണാൻ കഴിയില്ല. ഇല്ല, ഇല്ല, നിനക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കും അമ്മേ. അവൻ എഴുന്നേറ്റ് കൈ കഴുകി താൻ കൊണ്ടുവന്ന സഞ്ചി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഇന്ന് രാത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന തീവണ്ടി ഇതിനകത്തിരിക്കുന്ന ബോംബ് കൊണ്ട് ചിന്ന ഭിന്നമാകും. അതിനകത്തായിരങ്ങൾക്കൊപ്പം അമ്മയുടെയും മകനും ചിതറിത്തെറിക്കും. ആ അമ്മ തലയ്ക്ക് കൈകൊടുത്താ നിലത്തിരുന്നു. പെട്ടെന്നാണ് അവർക്ക് സുബോധമുണ്ടായത്. അപ്പോഴാ മകൻ പറഞ്ഞു, അമ്മേ, അമ്മയ്ക്ക് ഇങ്ങനൊരു മകൻ ജനിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയായേടാ. നിരപരാധിയെ കൊല്ലുന്ന നീതികൾ നിറയും തിന്മതൻ തത്വശാസ്ത്രങ്ങളിൽ വെറുമൊരമ്മയല്ല ഈ ജന്മഭൂമിയാണൊരു ഗിലാവയായി മാറുന്നതോർക്ക നീ. എടാ, ആർക്കു വേണ്ടിയാണിത്? ജന്മനാടിന്റെ മോചനത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച 10,000-കണക്കിന് ആളുകളുടെ നാടാണിത്. ഈ മണ്ണിന് ചെങ്ങനം ചേർത്തത് അവർ ചൊരിഞ്ഞ ചോരയാണ്. ആ നാടിനെ ഒറ്റിക്കൊടുക്കാനുള്ള ഒരു വിധ്വംസക പ്രവർത്തനത്തിനും ഞാൻ അറിഞ്ഞുകൊണ്ട് കൂട്ടി നിൽക്കില്ലടാ, നിൽക്കില്ല. ഒരു നിമിഷം ആ അമ്മ മകനെ മുറിക്കകത്താക്കി വാതിലടച്ചു. പുറത്തേക്ക് ഓടി പോലീസിന് വിവരം അറിയിച്ചു. അടുത്ത നിമിഷം പോലീസ് പാഞ്ഞെത്തി വീടിന് ചുറ്റും വളഞ്ഞു. ആ അമ്മ പതുക്കെ വാതിൽ തുറന്നു. ആ മകൻ ഞെട്ടി. തനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അതാ പോലീസ് വളഞ്ഞിരിക്കുന്നു. അമ്മേ, എന്തിന് ഈ ചതി എന്നോട്? ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നമുക്ക് ഒന്നിച്ച് രക്ഷപ്പെടാം മോനെ. ഇത് പറഞ്ഞുകൊണ്ട് ആ അമ്മ മകന്റെ സഞ്ചിയിലുണ്ടായിരുന്ന ബോംബ് കൈക്കലാക്കി. അവിടെ ഒരു പിടിയും വലിയും നടന്നു. അതിനെ അരുത്! വലിയൊരു ശബ്ദത്തോടുകൂടി അവിടെ ഒരു പൊട്ടിത്തെറിയുണ്ടായി. ഒരമ്മയും മകനും കൊച്ചു വീടും ഒരഗ്നിഗോളത്തിൽ അമർന്നു. നിരപരാധിയെ കൊല്ലുന്ന നീതികൾ നിറയും തിന്മതൻ തത്വശാസ്ത്രങ്ങളിൽ വെറുമൊരമ്മയല്ല ഈ ജന്മഭൂമിയാണൊരു ഗിലാവയ മാറുന്നതോർക്കനാ. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഉയർന്നു പൊങ്ങിയ കൊടികളുടെ പേരിലുള്ള കൊലയും കലാപങ്ങളും ഇന്നും നടക്കുന്നു. ഇതിനിടയിൽ ഇത് ഒരമ്മയുടെ ദേശസ്നേഹത്തിന്റെ ബാക്കി ചിത്രം. ആ അമ്മയ്ക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കഥാപ്രസംഗം ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മിമിക്രി ആയിട്ടാണ്. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെടിക്കെട്ട് കണ്ടു. വെടിക്കെട്ട് പറഞ്ഞാൽ ചെറുതാട്ടാ, അങ്ങനെ വലുതൊന്നുമല്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയപ്പോൾ ഞാൻ ഒന്ന് നോക്കിയതാ. അപ്പോൾ ഇങ്ങനെ പോണു റോക്കറ്റ്
അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 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 പോയി. അപ്പോൾ വേലയൊക്കെ കഴിഞ്ഞു. കൊറോണയാണ്, അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും വേലയ്ക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് സ്പെഷ്യലായിട്ട് വിളിച്ചതാണ് കേട്ടോ അവർ. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടി, ഞാൻ സ്പെഷ്യലാണല്ലോ, അപ്പോൾ എന്നെ കണ്ടതും പട്ടി, നമ്മൾ മറ്റേ സാധനമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ പട്ടി എന്നെ കണ്ട് നല്ല കുരയാ. അപ്പോൾ ഞാൻ ഒരു കല്ലെടുത്തെറിഞ്ഞ പട്ടി ഓട്ടം കാണാം. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഒരു പാമ്പിൻ്റെ ചെറുതായിട്ടൊരു കടി കിട്ടി. നമ്മുടെ സ്പെഷ്യൽ ആളല്ലേ, അപ്പോൾ പാമ്പ് എല്ലാവരും വന്ന് നോക്കി, ഒന്ന് തലയൊക്കെ പൊക്കി ഒരു കടിയൊക്കെ കടിച്ചു. മെല്ലെ നടന്നു പോണ സമയത്ത് പാമ്പല്ലേ, പെട്ടെന്ന് എനിക്ക് തളർച്ചയൊക്കെ വന്നു. അപ്പോൾ ഞാൻ ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസ് വരുന്ന സ്പീഡാണെങ്കിലോ ഭയങ്കര സ്പീഡാണ്. കാരണം അപ്പോൾ ഒരു ആംബുലൻസ് വരുന്ന ഒച്ച നമുക്ക് കേൾക്കാം. അതായത് അങ്ങനെ ആംബുലൻസിൽ കയറി എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആശുപത്രിയിൽ കുഴപ്പമൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ അന്ന് തന്നെ ഡിസ്ചാർജ് ആയിട്ടോ. പാമ്പല്ലേ, എനിക്കങ്ങനെ വിഷമൊന്നും ഏൽക്കില്ല. അങ്ങനെ മെല്ലെ നടന്നപ്പോൾ മെല്ലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് രാത്രിയായി. അപ്പോൾ ഒരാൾ ചായയും കാപ്പിയായിട്ട് ഇങ്ങനെ വരുന്നു. ചായ കാപ്പി സമോസ, കൂൾ ഡ്രിങ്ക്സ് ഹലോ ചായ. ഓക്കെ, നന്ദി, നമസ്കാരം. നമസ്കാരം. ലോകം ഇന്ന് മഹാമാരിയുടെ പിടിയിലമർന്ന് ആശങ്കയിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പും ഇതേ ആശങ്ക ഒരു വഞ്ചിയിലുണ്ടായിരുന്നു. അയ്യോ, കാറ്റാഞ്ഞടിക്കുന്നു. തിരമാലകൾ കൂട്ടരെ നമ്മളിന്ന് നശിക്കാൻ പോകുന്നു. വഞ്ചി ഇപ്പം മുങ്ങും. ഗുരു അങ്ങ് ഇപ്പോഴും ഉറങ്ങുകയാണോ? എഴുന്നേൽക്കൂ, ഞങ്ങളിതാ മരിക്കാൻ പോകുന്നു. ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ ഗുരു. അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അടങ്ങുക, ശാന്തമാവുക. ഇവരാരാണ്? കാറ്റിനോടും കടലിനോടും ഇവൻ ശാസിക്കുകയും അവ ഇവനെ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ. നമുക്ക് ഗരണേശ്വരുടെ നാട്ടിലേക്ക് പോകാം. വഞ്ചി അങ്ങോട്ട് അടുപ്പിക്കൂ. ശരി ഗുരു. നിന്റെ പേരെന്താണ്? എന്റെ പേര് ലയോൺ. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്.
മകനെ, എഴുന്നേൽക്കുക. നീ ചെന്ന് നിന്റെ വീട്ടുകാരോട് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ മഹത്തായ കാര്യത്തെപ്പറ്റി അവരെ അറിയിക്കുക. അങ്ങയുടെ ഇഷ്ടം. പ്രിയമുള്ളവരെ, പ്രപഞ്ചത്തിന്റെയും പ്രപഞ്ച ശക്തികളുടെയും മേൽ അധികാരമുള്ളവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അതിനാൽ വിശ്വാസമാകുന്ന പടവാൾ ധരിച്ചുകൊണ്ട് നമുക്ക് ഈ മഹാമാരിക്കെതിരെ പോരാടാമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. और लड़के कहाँ से आया है रे तू, प्यारा है शक्ल से अकल का मारा है रे तू। लड़के और लड़के कहाँ से आया है रे तू, प्यारा है शक्ल से अकल का मारा है रे तू। हाँ चल गई, हाँ चल गई, मेरी बातों से तू चल गई। हाँ खल गई, तुझे खल गई, मेरी बेपरवाही खल गई। मोहतरमा तू किस खेत की मूली है जरा पता। टीवी पे ब्रेकिंग न्यूज हर मेरा घाघरा है, बगदाद से लेके दिल्ली आगरा। टीवी पे ब्रेकिंग न्यूज हर मेरा घाघरा है, बगदाद से लेके दिल्ली आगरा। मैं हवा घटा कली अदा, बड़ा बेशर्म है तू तो लिखा है बड़ा। ये कमर नजर पता उमर, देखो बेरुखी पे कैसे अटका है पड़ा। ढल गई रे ढल गई, तू शाम की तरह ढल गई। हाँ खल गई, तुझे खल गई, मेरी बेपरवाही खल गई। मोहतरमा तू किस खेत की मूली है जरा पता। मतलब की बकवास तेरा घाघरा, बगदाद हो या हो दिल्ली आगरा। टीवी पे ब्रेकिंग न्यूज घर मेरा घाघरा, बगदाद से लेके दिल्ली आगरा।